എന്റെ കുഞ്ഞ് ഈ ഡിസംബറില് 15-ാം തീയതി ഇവിടുന്ന് പോയവൻ ദുബായില്. 26-ാം തീയതി 23-ാം തീയതി 24-ാം തീയതി ഒക്കെ ആയപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ, ഇവിടുന്ന് പോയ രേഷ്മയല്ലമ്മ അവളെ 14 വർഷം എന്നെ എങ്ങനെ സ്നേഹിച്ചു, എന്റെ കൂടെ എങ്ങനെ ജീവിച്ചോ അതുപോലെ അവിടെ ഒരുത്തന്റെ കൂടെ ജീവിക്കുക അമ്മ. അവനോട് പറയുവാന്ന് ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത്. വെള്ളപ്പൊക്ക സമയത്ത് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടില് 2 നിലയോളം വെള്ളപ്പൊക്കത്തിന്റെ അടുത്ത് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നീന്തിപ്പോയി എടുത്തുകൊണ്ട് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് അവരെ അക്കരയ്ക്ക് എത്തിച്ച് അവന് വീട്ടിൽ കൊണ്ട് പാർപ്പിക്കുകയൊക്കെ ഉണ്ടായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് വളരെ സിൻസിയറാണ്. കാരണം 100% ആണ് എന്ത് കാര്യത്തിലും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. മോന് ഡിസംബർ പോയപ്പോ അവിടെ ഇപ്പോഴത്തെ കാമുകം പറയുവാന്ന്, അവൾ എന്റേതാ, 7 മാസം കൊണ്ട് അവൾ എന്റെ കൂടെ ആയ, ഞാനും അവളും ഇഷ്ടവാ, ഞങ്ങളിപ്പൊ അങ്ങനെ ജീവിക്കുന്നത്, നീ ശല്യമായിട്ട് വരില്ലെന്ന് എന്റെ മോനോട് അവൻ പറയുക. എന്റെ മോൻ തകർന്നു പോയേ. അവന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു വലിയ നല്ലൊരു വീട് വെക്കണമെന്ന്. അവൻ എപ്പോഴും അതുകൊണ്ട് പറയുമായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള നാട്ടിലുള്ള പിള്ളേരൊക്കെ UK പോയി സെറ്റിലാവും. അതുകൊണ്ടാണ് അവന് ഈ കുട്ടിയെയും അതുപോലെ തന്നെ ദുബായിലേക്ക് വിട്ടത്. എന്റെ മോടെ ഫോണിലുണ്ട്, നിന്റെ ആങ്ങളെ എന്നെ വെല്ലുവിളിക്കുക, പേടിപ്പിക്കുക, അവനൊന്ന് ചത്ത് കാണിക്കട്ടെ, ഞാൻ സുഖമായിട്ട് ജീവിക്കും. 8 വയസ്സുള്ള അനൂപിന്റെ ജീവിതത്തിൽ 14 വർഷമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവന്റെ ജീവിതം കളഞ്ഞത്. 14 വർഷം നമ്മൾ പറയുന്ന പോലെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. അവന്റെ ജീവിതകാലത്തിൽ അവന് കിട്ടാവുന്ന സമ്പാദ്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അവൻ കൂടെ സ്കൂട്ടറിൽ വിടുകയും ഒക്കെ ചെയ്താണ്. ഞാൻ ഒരു ദിവസം എന്റെ മോനോട് ചോദിച്ചു, മോനെ ഇവള് ഇങ്ങനെ പഠിച്ച് പോയി വലിയ പഠിത്തക്കാരിയായ നിന്നെ ഇവള് കിട്ടുവോ? അതമ്മ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് പറയുക, അനൂപ് എന്തിനാ പഠിക്കുന്നത്, ഞാൻ പഠിക്കാം. ഇവള് ഗൾഫിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ നീ താലിയെങ്കിലും കെട്ടിയിട്ട് അവളെ വിട്, ഒരു രജിസ്റ്റർ മാരേജ് എങ്കിലും നീ കെട്ടിയേച്ച് അവളെ വിട്. അപ്പോഴും അവൻ പറഞ്ഞു, ഇല്ലമ്മ അവൾ എന്നെ കൊണ്ടുപോകും. ഞാൻ അവളോട് ചോദിച്ചു പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ ജോലി കിട്ടിയ ആ നിമിഷം ഞാൻ എൻ്റെ അനുവിനെ കൊണ്ടുപോകുന്നു. അതോടെ ഞാൻ മരിക്കുന്ന കാലം വരെ ഞാൻ പറയും, മരിക്കുന്ന കാലം വരെ ഇവളൊറ്റ ഒരുത്തി എന്റെ മോനെ കൊന്നത്, ഇല്ലെങ്കിൽ എന്റെ മോൻ ചാവത്തില്ലായിരുന്നു, എന്റെ മോൻ ചാവത്തില്ലായിരുന്നു. ഇവള് കൊന്നതാ. ഇപ്പൊ കിട്ടിയ ചെറുക്കന്റെ കൂടെ അവക്ക് സുഖിച്ച് ജീവിക്കാനും സ്വസ്ഥമായിട്ട് ജീവിക്കാനും ഇവള് സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല ഇവള്. നമസ്കാരം, ഞാൻ അനു. ശരിക്കും പറഞ്ഞാൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചയും അതിന്റെ ദൃശ്യങ്ങളും നമ്മുടെ കൺമുൻപിൽ കാണാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ മനുഷ്യരും നിൽക്കുന്നത് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിന് എന്ത് വിലയാ ഉള്ളത്? സ്നേഹത്തിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ആരും അധികാരം ഒന്നും കൊടുത്തിട്ടില്ല. ഒരമ്മയ്ക്ക് സ്വന്തം മകനെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ അനിയനും സുഹൃത്തുമായിരുന്ന അത്രയും വിലപ്പെട്ട ഒരു ജീവനെ ഇല്ലാതായ ഈ ഒരു സമയത്ത് ഏത് നീതി നിയമമാണ് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാതിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നീതി നിയമവും ഈ കാലഘട്ടത്തിലും ഉണ്ടോ? ഒരു പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് കൊടയം പിടിച്ച് അതിന്റെ പിറകിലിറങ്ങാനുണ്ടാവും. പക്ഷേ ഒരു ആൺകുട്ടി 14 വർഷത്തോളം തന്റെ ഹൃദയം പറിച്ചു കൊടുത്ത് സ്നേഹിച്ചതിന്റെ പേരില് ആ ജീവിതം പോലെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യത്തില് ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് മുതലേ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവളെ ആദ്യം വന്നതും ഇവന്റെ അടുത്ത് പോയതും ചോദിക്കുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, അവന് പക്വത ഇല്ലാത്ത ആ പ്രായത്തിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രായം എന്തുവാന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ പ്രായത്തിൽ എൻ്റെ കുഞ്ഞ് പറഞ്ഞു, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് നല്ലൊരു വീട് പോലും ഇല്ല, അതുപോലല്ല നീ, നമ്മൾ നാളെ ഒരു സമയം വളർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അത് പറ്റത്തില്ല, വേണ്ട എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞ് മാറിപ്പോയി. ഇവള് പുറകെ പോയി 13 വർഷവും ഈ വീടും ഈ അനൂപിന്റെ ഈ കൊച്ചു കൊട്ടാരം കണ്ട് തന്നെ അവള് സ്നേഹിച്ചത്. അവനൊന്നുമില്ലാത്തവനാണ് അറിഞ്ഞു തന്നെ സ്നേഹിച്ചത്. അവൻ ഇതുപോലൊരു വീട്ടിലുള്ളവരാണ് എല്ലാം അറിഞ്ഞു തന്നെ അവള് സ്നേഹിച്ചത്. ഒരു ഗൾഫിലൊരു ജോലി കിട്ടി, അവളെ ജോലിക്ക് പോയി 9 മാസം അവിടെ ജോലി ഇന്റർവ്യൂവിനാന്നും പറഞ്ഞു പോയി, ജോലി ഇല്ലാതിരുന്നു. അവള് പോകാനും എല്ലാം എൻ്റെ മോനെ സഹായിച്ചതും എല്ലാം
അവൻ ജോലി ചെയ്യാൻ തുടങ്ങിയ നാള് മുതല് അവന്റെ സമ്പാദ്യത്തിന്റെ 99% അവക്ക് വേണ്ടി അവൻ ചെലവാക്കിയത്. ഒരു പ്രാവശ്യം എന്നോട് വന്ന് പറഞ്ഞു, അമ്മ നമുക്കൊരു സ്വർണ്ണക്കൊലുസ് മേടിച്ചു കൊടുക്കണേ, എനിക്കൊരു ലോൺ എടുത്തത് അമ്മായിക്ക് ഈ ഗ്രൂപ്പ് ലോണായിട്ടൊക്കെ കിട്ടുമല്ലേ, എനിക്കൊരെണ്ണം എടുത്താൽ ഞാൻ അടച്ചോളാം, കൊലുസ് വാങ്ങിച്ചു കൊടുക്കണം, ഒരു ഉറപ്പ് പോലെ അത് കിടക്കട്ടമ്മ എന്നും പറഞ്ഞ് എന്റെ അക്കൗണ്ടിലാ ഞാൻ ആ ലോൺ എടുത്ത്, എന്റെ അക്കൗണ്ടിൽ വീണ പൈസ ഞാൻ എടുത്ത് എന്നെ വിളിച്ചോണ്ട് അവൻ കൊലുസ് എടുത്ത് അവർക്ക് കൊണ്ട് കൊടുത്തു. നമ്മളത് കാലയിട്ടപ്പോ എന്റെ മോള് ചോദിച്ചു എന്തോ ഫാഷനാ, എന്നെ ഒന്ന് കാണേരി രേഷ്മ എന്ന് ചോദിച്ചപ്പോ അവള് ഫോട്ടോ വരെ അവൾക്ക് എടുത്തു കൊടുത്തു. ഇത്രയെല്ലാം ചെയ്തും അവള് ഗൾഫിൽ പോയപ്പോഴും അവിടെ 9 മാസം ജോലിയില്ലാതെ അവൾ ഇരുന്നപ്പോഴും അവൻ കൂട്ടുകാരന്മാരെ എല്ലാം വിളിച്ച് പറയുമായിരുന്നു, അവക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കണേ, വല്ലതും വിശക്കുന്നതിന് തിന്നാനൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ. ഇവന്മാർ ഒരുപാട് ബേക്കറി സാധനങ്ങളും ബ്രെഡും ജാമും എന്നെയും വിളിച്ച് പറഞ്ഞു, അമ്മ അനൂപിന്റെ കൂട്ടുകാർ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു, ഞങ്ങൾ അതൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുക, ജോലിയിൽ നിന്ന് കിട്ടുന്ന ആളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുവാന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ജോലി കിട്ടി. ആ ഒരു മാസം വരെ, ആ ജോലി കിട്ടുന്ന 9 മാസവും ആ ജോലി കിട്ടിയ 1 മാസവും എൻ്റെ മോനെ മണിക്കൂറോളം സംസാരിക്കുന്നവള്. ജോലി കിട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ വിളിക്കുകയോ സംസാരിക്കുമ്പോൾ എല്ലാം എനിക്ക് സംസാരിക്കാൻ സമയമില്ല, എനിക്ക് ജോലിയാ, ഞാൻ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് വരുന്നതാ, എന്നെ ഇങ്ങനെ നീ ടോർച്ചർ ചെയ്യല്ലേ എന്നൊക്കെ ഇവള് ഇവനോട് പറയാൻ തുടങ്ങി. അപ്പൊ ഇവന് തോന്നി ഇവളെന്താ ഇങ്ങനെ ഒരു മാറ്റം. അപ്പൊ അത് അവന് സ്വാഭാവികമായിട്ട് അവനെന്തോ ഒരു മനസ്സിലൊരു വേദന പോലെ തോന്നി. അങ്ങനെ ആയി എൻ്റെ കുഞ്ഞ് ഈ ഡിസംബറില് 15-ാം തീയതി ഇവിടുന്ന് പോയി അവൻ ദുബായില്. 26-ാം തീയതി 23-ാം തീയതി 24-ാം തീയതി ഒക്കെ ആയപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ, ഇവിടുന്ന് പോയ രേഷ്മയല്ലമ്മ അവളെ 14 വർഷം എന്നെ എങ്ങനെ സ്നേഹിച്ച് എന്റെ കൂടെ എങ്ങനെ ജീവിച്ചോ അതുപോലെ അവിടെ ഒരുത്തന്റെ കൂടെ ജീവിക്കുക അമ്മ. അവനോട് പറയുവാന്ന്, ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത്, ഞങ്ങൾ 7 മാസം കൊണ്ട് സ്നേഹിക്കുവാൻ ഞങ്ങളെ ശല്യം ചെയ്യാൻ വരില്ലെന്ന് അവനോട് പറഞ്ഞു. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി എന്റെ കുഞ്ഞവിടെ നിന്ന് ഇവിടെ വന്നിട്ടു അവൾ എന്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആങ്ങളെ ചാവാൻ പോവാന്ന് എന്നോട് പറയുക, എന്നെ പേടിപ്പിക്കണ്ട, അവനൊന്ന് ചത്ത് കാണിക്കാൻ പറയാൻ. അവളെന്തോ പറഞ്ഞു വന്ന് അത് അവൻ പോയി ചത്തത്. അവൻ ചാവുന്ന നേരത്ത് അവൾ അവനെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവള് പറയുക, നീ ചത്താലും ഞാൻ സുഖമായിട്ട് ഞാൻ ജീവിക്കും, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. 14 വർഷം എന്റെ കുഞ്ഞ് അവളെന്നും പറഞ്ഞ് ജീവിച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഹൃദയം പൊട്ടിപ്പോയി. അവനാണെങ്കിൽ അവന്റെ പെങ്ങളോടും പറഞ്ഞു, ലടി അവളെന്നെ ചോദിച്ചു, നീ അവളെ വിളിക്കരുത്, ഒന്നും സംസാരിക്കാനും ഒന്നും പോകരുത് എന്നിവളോട് പറഞ്ഞു. ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. എന്റെ മോൻ മരിക്കാൻ കാരണം അവൻ 14 വർഷം സ്നേഹിച്ച് അവനേതും പറഞ്ഞു മതിയെന്ന് പറഞ്ഞ ഇവള് കാരണം തന്നെ, അല്ലാതെ അവന് വേറെ ഒരു കാരണവും ഇല്ല. ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയാം അവളോടുള്ള സ്നേഹമല്ലാതെ അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ നാട്ടുകാരോട് ചോദിച്ചാൽ പറയും. എനിക്ക് എല്ലാരോടും എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടു, എന്റെ കുഞ്ഞെന്തിനാ ആത്മഹത്യ ചെയ്തെന്ന്. അത് ഈ ലോകം അറിയണം. കാരണം ഇവനൊന്നും ഒരു ലെറ്റർ പേഡ് പോലും എഴുതി വെച്ചില്ല ഇവളെ കാരണമെന്നും പറഞ്ഞു. കാരണം ഉള്ളവര് പോലും തെളിവ് കൊടുത്തിട്ട് ഈ പോലീസ് ഈ നിയമം കേസെടുക്കുന്നില്ല. പെണ്ണിന് സൈഡ് നിൽക്കുക. ആ സ്ഥാനത്ത് എന്റെ മോനായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മോന് ജയിലിൽ കിടന്നേനെ. ഞങ്ങളുടെ ഈ വീടെല്ലാം ഈ നാട്ടുകാരടിച്ച് പൊളിച്ച് നശിപ്പിച്ച് ഞങ്ങളെയും കൊന്നേനെയായിരുന്നു. അതെന്റെ മോനായത് കൊണ്ടില്ലയോ ഇവരിപ്പോഴും ഞങ്ങളെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. ഈ പെണ്ണിന്റെ വീട്ടുകാരെ ഇപ്പോഴും
ഞങ്ങളെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവര് ചെയ്യട്ടെ. എന്റെ മോള് സന്തോഷത്തോടെ തന്നെ ജീവിക്കും. ഇങ്ങനൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ. അത് പോരാഞ്ഞ് അവര് സൈബർ സെല്ലിലും കൊണ്ട് കേസ് കൊടുത്തേക്കുക. എന്റെ പേർക്ക്, എന്റെ മോനെ ബലി കൊടുത്ത ഈ തള്ളയുടെ പേർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആ സ്ത്രീയെ, ആ പെണ്ണിന്റെ അമ്മ അവര് കൊണ്ടു കൊടുത്തേക്കുക. ഞാൻ അവരുടെ മോടെ ഫോട്ടോ ഇട്ട് അവരെ നാണം കെടുത്തു വന്നു. ഞാൻ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ നിങ്ങൾ അവിടെ നിന്നല്ലേ വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കി അറിയാമല്ലോ, ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടോ, അവിടെ മോടെ ഒരു പേര് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അത് തുറന്നു നോക്കുമ്പോ അറിയാമല്ലോ. ഞാൻ എന്റെ മോനെ ബലി കൊടുത്ത ഒരു സ്ത്രീയാ. നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കാൻ പോലുള്ള അർഹത നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ വിളിച്ചത് തന്നെ തെറ്റാന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പൊ ആ സാറ് പറയുക, ഞങ്ങള് കേസൊന്നും അല്ല, നിങ്ങളുടെ ആന്നോന്ന് കൺഫേം ചെയ്യാൻ വിളിച്ചതാണ്, അല്ല കൂട്ടുകാരന്മാര് വല്ല ഇട്ടതാന്നോ അതോ ഇങ്ങനെ നിങ്ങൾ ഇട്ടതാന്നോ എന്ന് അറിയാൻ വേണ്ടി അവര് വിളിച്ചതെന്ന്. അന്നേരം ആ സാറ് ചോദിക്കുക, കമന്റ് ബോക്സിൽ കിടക്കുന്നല്ലോ ഫോട്ടോകൾ. ഞാൻ പറഞ്ഞു, സാർ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, കമന്റിൽ ആര് വന്നു ആര് പോകുന്നു എന്നൊക്കെ അത് നിങ്ങൾക്ക് കേസെടുക്കണം, നിങ്ങൾ അതിന്റെ പുറകിൽ പോയി, എൻ്റെ അടുത്ത് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. പിന്നെ ആ സാറ് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആണോന്ന് ഞങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാൻ മാത്രം വിളിച്ചതാ, അതിനു വേണ്ടിയാ അവര് വന്ന് ചോദിച്ചതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആ സാറ് ഫോണങ്ങ് വെച്ചു. ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും, ഇല്ലെങ്കിൽ ഈ ലോകത്തോടെ ഞാൻ മരിക്കുന്ന കാലം വരെ ഞാൻ പറയും, മരിക്കുന്ന കാലം വരെ ഇവളൊറ്റ ഒരുത്തി എന്റെ മോനെ കൊന്നത്, ഇല്ലെങ്കിൽ എന്റെ മോൻ ചാവത്തില്ലായിരുന്നു, എന്റെ മോൻ ചാവത്തില്ലായിരുന്നു, ഇവള് കൊന്നതാ. ഇപ്പൊ കിട്ടിയ ചെറുക്കന്റെ കൂടെ അവക്ക് സുഖിച്ച് ജീവിക്കാനും സ്വസ്ഥമായിട്ട് ജീവിക്കാനും ഇവള് സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല. ഇവിടെ അമ്മയും ഇവളും എന്റെ മോന്റെ മരണം ഇവരുടെ രണ്ടുപേരുടെ തലയുടെ മുകളിൽ നിപ്പുണ്ട്. അതെങ്ങും പോകത്തില്ല. ആ അമ്മ മോളെ കൊണ്ടേ അവൾ നരകിക്കോള്. അവളെ മൂക്കിൽ കൂടെ ചോര വരുന്നെന്നും പറഞ്ഞ് അവളെ ഗൾഫിൽ നിന്ന് വന്നു. അവനെ ആശുപത്രി കൊണ്ടുപോയതും ഡോക്ടറെ കാണിച്ചതും എല്ലാം അവൾ അനുഭവിക്കാതെ എങ്ങും പോകത്തില്ല. ഈ ഓണത്തിന് വന്നിട്ട് അവൾ എന്റെ വീട്ടിൽ വന്നത് എന്റെ മോന്റെ കൂടെ. ഇവിടെ ഈ വീട്ടിൽ ഈ നാട്ടുകാരെല്ലാം കണ്ടത് അവള് വന്നത്. എന്നിട്ട് എന്റെ മോന് ഡിസംബർ പോയപ്പോ അവിടെ ഇപ്പോഴത്തെ കാമുകം പറയുവാന്ന്, അവൾ എന്റേതാ, 7 മാസം കൊണ്ട് അവൾ എന്റെ കൂടെ ആയ ഞാനും അവളും ഇഷ്ടവാ, ഞങ്ങളിപ്പൊ അങ്ങനെ ജീവിക്കുന്നത്, നീ ശല്യമായിട്ട് വരില്ലെന്ന് എന്റെ മോനോട് അവൻ പറയുക. എന്റെ മോൻ തകർന്നു പോയേ, എന്റെ മോൻ ഹൃദയം പൊട്ടി അവൻ തൂങ്ങിയത്. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ഞങ്ങള് പറയുന്നതെല്ലാം അവന്റെ മനസ്സിലാവുന്നുണ്ട്. അവന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്ന കാണണം. ഈ കണ്ണുനീര് ഇവിടെ അമ്മയുടെ തലയിലിരിക്കും. ഇവന്റെ അവന്റെ കണ്ണുനീര് കാണണമായിരുന്നു. അവൻ ചാവുന്നതിന് അന്ന് എന്നെയാ കണ്ടത്. ഞാനാ വെന്റിലേറ്ററിൽ പോയത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നീ ഇച്ചിരി ജീവനോടെ വന്നാ മതി, അമ്മച്ചി നോക്കാൻ നിന്നെ. അവന്റെ 2 കണ്ണിൽ കൂടി വെള്ളം വരുമായിരുന്നു. ഞങ്ങൾ സഹിക്കാൻ വയ്യ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഈ മോളും ഇവക്ക് 2 കൊച്ചുമക്കളുള്ളതുകൊണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നേ. ഇല്ലെങ്കിൽ ഞാനും എന്റെ കെട്ടിയവനും ചത്തേനെയായിരുന്നു ഞങ്ങള്. ഞാന് ഇവിടെ വീട്ടിൽ പോകുന്നതിന് 10-14 വർഷം മുമ്പ് വരെ എന്റെ തോളത്തും ഇറങ്ങത്തില്ല. അമ്മ 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 എന്ന് വിളിച്ചോണ്ടിരുന്ന എന്നെ സ്നേഹിച്ച എന്റെ കുഞ്ഞാ. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് എന്തൊരു നിയമമാ, ദൈവത്തെ മതിമറന്നുള്ള എന്തോ നിയമമായി നാട്ടില്. ആടിന്റെ ജീവൻ ഒരു വിലയില്ലേ.
അവള് ആദ്യം മറന്ന് ജീവിക്കുക അവള് ജീവിക്കത്തില്ല. എന്റെ ഈ ഒരു തുള്ളി കാണുന്നതിന് മതി അവളെ അമ്മയും കത്താന്. അനൂപിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അറിഞ്ഞപ്പോൾ അനുവിൻ്റെ അമ്മ മെസ്സേജ് അയച്ചായിരുന്നു വീട്ടിലേക്ക്. അപ്പം അവർ പറഞ്ഞു ഒന്നും തിരിച്ച് റീപ്ലൈ ഒന്നും അയച്ചില്ല. പക്ഷേ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഈ കൊച്ചിന് മെസ്സേജ് അയച്ചിരുന്നു, നീ കാരണം എൻ്റെ ഒരു കൂടപ്പിറപ്പ് ഇന്ന് മരണക്കിടക്കിലാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടിരുന്നു, പക്ഷെ റീപ്ലൈ തന്നില്ല. പക്ഷേ അതിന് ശേഷം അവൾ സ്വന്തമായിട്ട് അവളെ വെളുപ്പിക്കുന്ന രീതിയിൽ, അവൾക്കൊന്നും അറിയത്തില്ല എന്ന രീതിയിൽ ഒരു വലിയ സ്റ്റാറ്റസ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇടുകയുണ്ടായി. അതിനുശേഷം ഏഞ്ചൽ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ ചിരിക്കുന്ന ഒരു DP ഒക്കെ ഇട്ടിരുന്നു. അത് പിന്നെ കുറച്ച് നാൾ ശേഷം മാറ്റി. ഇതൊക്കെയാണ് അവൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ. ചെയ്തിരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, 14 വർഷം ഇവളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ശരിക്കും ആത്മാർത്ഥമായിരുന്നു? ഒരിക്കലും ഇല്ല. അനൂപിനെ 14 വർഷം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുട്ടി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. കാരണം അനൂപ് 14 വർഷം ഈ കുട്ടിയെ സിൻസിയറായിട്ട് സ്നേഹിക്കുകയും അനൂപിനെ ഈ കുട്ടി സിൻസിയറായിട്ടല്ല, അനൂപുമായിട്ട് ബന്ധമുള്ളപ്പോഴും അനൂപ് അറിയാതെ വേറെ ചാറ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ വഴി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. 14 വർഷം അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഈ പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടാവാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ജീവൻ കൊടുത്ത് സ്നേഹികം നൽകിയിട്ടുണ്ടാവാം, തന്റെ 14 വർഷം കളഞ്ഞിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ 14 വർഷം ഇവളെ സ്നേഹിച്ച് നടന്ന അനൂപ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എന്ത് നേടി? ഒന്നും നേടിയില്ല. ഒരമ്മയെ അവന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു വലിയ നല്ലൊരു വീട് വെക്കണമെന്ന്. അവൻ എപ്പോഴും അതുകൊണ്ട് പറയുമായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള നാട്ടിലുള്ള പിള്ളേരൊക്കെ UK പോയി സെറ്റിലാവും. അതുകൊണ്ടാണ് അവന് ഈ കുട്ടിയെയും അതുപോലെ തന്നെ ദുബായിലേക്ക് വിട്ടത്. കാരണം നീ ആദ്യം പോയി ആദ്യം ദുബായി പോയിരുന്നു, അന്ന് ജോലിയൊന്നും സെറ്റ് ആവാതെ അതുകൊണ്ട് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഇവളെ ദുബായിലേക്ക് വിടുന്നത്. അപ്പോൾ രണ്ടുപേർക്കും വലിയൊരു ഭാവി ജീവിതം അവൻ സ്വപ്നം കണ്ടതുകൊണ്ടാണ് അവളെ ദുബായിലേക്ക് വിട്ടത്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായി ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവൻ പോലും കളഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. അവരുടെ ഇടയിൽ ഈ പറഞ്ഞ പെൺകുട്ടി വെറും ഒരു കരിനിഴലല്ലേ? തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 5 വർഷമാണെങ്കിൽ ഇത് 14 വർഷമാണ്. 14 വർഷം പ്രണയിച്ചിട്ടും ഒരാളെ നിസ്സാരമായി തള്ളിക്കളയാൻ, പുല്ലുപോലെ എടുത്ത് കളയാൻ പറ്റുന്ന ഒരാളുടെ മനസ്സ് എന്തുമാത്രം ക്രൂരമാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരാളെ കൊല്ലാതെ കൊന്നു, ഇനി അടുത്ത ആളിലേക്കുള്ള മേച്ചിൽ പുറങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് എല്ലാം നേടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയിലേക്ക് പോകത്തില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒരാൾ 14 വർഷം ഒരാളെ പ്രണയിച്ച ഒരാളെ പുല്ലുപോലെ എടുത്ത് കളയാമെങ്കിൽ ഇന്നലെ കണ്ട ഒരാളെ നിസ്സാരമായിട്ട് എടുത്തു കളഞ്ഞ് മറ്റുള്ള ആരുടെ കൂടെ വേണമെങ്കിലും പോകാനും എന്ത് രീതിയിലും പോകാനുള്ള പെൺകുട്ടിയായിരിക്കും ഉറപ്പായിട്ടും. ഞങ്ങളുടെ അനൂപിനെ എനിക്കറിയാവുന്നത് എന്ന് പറയുന്നത് ഒരു +2 കാലം തൊട്ട്, അനുവിൻ്റെ ഒരു +2 കാലഘട്ടം കഴിഞ്ഞു. അന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നാസിക് ഡോളിൻ്റെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അനൂപ് ഞങ്ങളുടെ ട്രൂപ്പിലേക്ക് വരുന്നതും അനൂപിനെ അറിയുന്നതും. അന്ന് തൊട്ട് അനൂപ് ഞങ്ങളോട് പറയുന്ന ഒന്നാണ്, ഇതെൻ്റെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, ഞാൻ വിളിക്കുന്നത് കിളി എന്നാണ്, അതുപോലെ അവൾ തിരിച്ച് അനുവിനെ വിളിക്കുന്ന അനു എന്നാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങൾ നീണ്ട ശേഷം ഞങ്ങൾ വടംവലിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴും അനൂപും കിളിയും തമ്മിലുള്ള പ്രണയം ഈ പത്തനംതിട്ട ജില്ലയിലുള്ള മുഴുവൻ പേർക്കും അറിയാം. ലാസ്റ്റ് ദുബായി പോയപ്പോൾ ദുബായിലുള്ള ജോലി ചെയ്യുന്നവർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അനൂപ് കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിൻ്റെ പേര് കിളി എന്നാണെന്ന് എല്ലാവരും കിളി എന്നാണ് ഞങ്ങൾ കളിയാക്കി അവനെ വിളിക്കുന്നത്. അവൻ്റെ വടംവലിയുടെ ജേഴ്സിയുടെ പുറയിൽ പോലും എഴുതിയേക്കുന്ന പേര് കിളി എന്നാണ്. അതിനുശേഷം അവനെ കഴുത്തിൽ ടാറ്റു അടിക്കുകയുണ്ടായി. ടാറ്റുവിലാണെങ്കിലും 6ഉം 7ഉമാണ് അടിച്ചിരുന്നത്. പിന്നെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു സിമ്പല് ടാറ്റുവിൻ്റെ, അത് കൈയുടെ കണ്ട് ഈ ഭാഗത്തായിട്ട് കിളിന്ന് അവന് ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദുബായി പോയി അവന് അവിടെ പോയി മറ്റൊരു ചെറുക്കനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് അത് റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവന്, ഇനി ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണം, അവരെ കെട്ടിപ്പിടിച്ച് കരയണം, അവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവൻ, ഇനി എൻ്റെ അച്ഛനും അമ്മയും ഇനി ഒരിക്കൽ പോലും അവളെ വിളിക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യരുതെന്ന് അവൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു. കാരണം ഈ 2 വീട്ടുകാരും അറിഞ്ഞാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയബന്ധത്തിൽ രണ്ട് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, എൻ്റെ കുഞ്ഞനുജൻ്റെ ജീവൻ കളഞ്ഞതും അതേ പ്രണയബന്ധം തന്നെയാണ് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ 28 വയസ്സുള്ള അനൂപിൻ്റെ ജീവിതത്തിൽ 14 വർഷമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവൻ്റെ ജീവിതം കളഞ്ഞത്. 14 വർഷം നമ്മൾ പറയുന്ന പോലെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. അവൻ്റെ ജീവിതകാലത്തിൽ അവന് കിട്ടാവുന്ന സമ്പാദ്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി ചിലവഴിക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അവൻ കൂടെ സ്കൂട്ടറിൽ വിടുകയും ഒക്കെ ചെയ്താണ് അനൂപ്
ആ പെൺകുട്ടിയെ സ്നേഹിച്ചത്. ആ അകമൊഴിഞ്ഞ അവൻ്റെ നിഷ്കളങ്കമായ ആ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാതെ പോയ അവള് എത്ര എവിടൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര കോടീശ്വരുടെ കൂടെ പറന്നു നടന്നാലും, ദുബായിലായാലും എവിടെ ആയാലും എന്നായാലും ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ അമ്മയുടെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്നായാലും അതിന് തീർച്ചയാണ് ദൈവം നിങ്ങൾ സാക്ഷി നിർത്തി നിങ്ങൾ ഈ പറയുന്നു. കാരണം ഒരിക്കലും ഒരമ്മയുടെ കണ്ണീര് പറ്റാത്തതും, കാരണം തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ച് തീരുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട ഒരമ്മയാണ് അനുവിൻ്റെ അമ്മ. നമ്മ വിളിച്ചത് അവസാന നിമിഷം, മാരേഷ്മ നമുക്ക് നാട്ടിൽ പോവാൻ, നമുക്ക് കല്യാണം കഴിക്കാം. എന്നെ അമ്മ വെറുപ്പിച്ച്. എന്നാ ഈ അമ്മയ്ക്ക് വെറുപ്പ് വന്ന? ഈ 14 വർഷം എന്റെ മോനെ കൊണ്ട് ജീവിച്ചവൾ ആ തള്ളയും. ആ വീട്ടിൽ വെള്ളം കയറിയാലും വെള്ളപ്പൊക്കം വന്നാലും ആ വീട്ടിൽ അവള് വളർത്തുന്ന പട്ടിയൊക്കെ അസുഖം വന്നാലും എന്റെ മോൻ മതിയായിരുന്നു. എന്റെ മോനാ പോകുന്നത്. അവൻ എവിടെയാലും ജോലി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട്, അവര് വിളിക്കും. പട്ടിക്ക് മരുന്ന് വാങ്ങിക്കണം, പട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യണം, അനുവേ വാന്ന്. ഇവക്ക് എന്നാ ഇവിടെ മോളെ എന്നൊരു പടമുള്ള ഒരുത്തരെ പിടിച്ചോ അന്ന് മുതലേ ഇവക്ക് ഈ 6 മാസം കൊണ്ടാ ഇവക്ക് എന്റെ മോനെ ഇഷ്ടമല്ലാതെ. അതുവരെ എന്റെ മോനെ മതിയായിരുന്നു. അതുവരെ എന്റെ മോനെ മതിയായിരുന്നു. ഈ 6 മാസം കൊണ്ട് മോളെ പണമുള്ള ഒരുത്തരെ പിടിച്ചു കഴിഞ്ഞപ്പോ അവക്ക് സമ്മതമല്ലെന്ന്. നമുക്ക് സമ്മതം വേണ്ട. സ്വസ്ഥത എന്താന്ന് ഇവരറിഞ്ഞ് ജീവിക്കത്തില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇവരും വിളിക്കുന്ന ദൈവത്തെ. ഇവിടെ മോക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്റെ മോനെ ഏതെല്ലാം അമ്പലങ്ങളിൽ പറിച്ചുവിടുന്നത്, എന്റെ കുഞ്ഞാ പോകുന്നത് അവക്ക് വേണ്ടിയുള്ള നേർച്ചകളെല്ലാം നേരാന്, ആ വഴിപാടെല്ലാം നടത്താന്. ഇവള് ഒരു നേരം എന്റെ കുഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവള് ഇവിടെ അമ്മ അനുഭവിക്കും. എങ്ങും പോകത്തില്ല, ദൈവം എങ്ങും വിടത്തില്ല. ഈ ഭൂമി തന്നെ കിടന്ന് അനുഭവിച്ചേ ചാവത്തുള്ളൂ. എന്റെ കുഞ്ഞിനൊന്നും കാണാനും വയ്യ, സഹിക്കാനും വയ്യാത്തോണ്ട് എന്റെ കുഞ്ഞ് പോയി. എനിക്ക് ഒരപേക്ഷയുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ പ്രേമിക്കുകയോ സ്നേഹിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, ആണാന്നേലും പെണ്ണാന്നേലും ആത്മഹത്യ ചെയ്യരുത്. ഒരു നേരം നിങ്ങൾ അച്ഛനെയും അമ്മയും ചിന്തിക്കണം, ആ വീട്ടിലുള്ളവരും ചിന്തിക്കണം. ആണാന്നേലും പെണ്ണാന്നേലും ആത്മഹത്യ ചെയ്യരുത്. അമ്മക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഈ ലോകത്തോട് അറിയിക്കണം. അത് ആര് വന്ന് ചോദിച്ചാലും ഞാൻ എന്റെ ജീവിതകഥ, എന്റെ മോന്റെ ജീവിതകഥ ഞാൻ പറയും. അതെന്റെ വായി നാക്ക് താഴുന്ന കാലം വരെ ഞാൻ പറയും. ഞാൻ പറഞ്ഞോണ്ടേയിരിക്കും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ എന്റെ പേർക്ക് ചെയ്യണം. ഞാനാ ഇന്റർവ്യൂ കൊടുക്കുന്നത്, ഞാനാ ചെയ്യുന്നത്. എന്റെ മോന്റെ അവസ്ഥ ഈ ലോകം അറിയണം. അതിന് ഞാൻ ഏതറ്റം വരെ പോകും. ഇവളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ മോൾ ആത്മഹത്യ, എന്റെ മോൻ കാരണം ഇവിടെ മോൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ തള്ള എന്ത് ചെയ്തേനെ? ഈ തള്ള ഇങ്ങനെ ഇരിക്കുമോ? അവൾ എന്തെല്ലാം കാണിച്ചു കൂട്ടാം അതെല്ലാം ചെയ്തേനെയായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ലാഞ്ഞിട്ട് പോലും അവിടെ മോടെ ഫോട്ടോ കാണിച്ചതും പറഞ്ഞ് അവള് സൈബർ സെല്ലിൽ നിന്ന് എന്നെ വിളിപ്പിച്ചേക്കുന്നു. ഇവളെന്തോ ഓർത്തു? ഇവരെ എല്ലാം വിരട്ടിയാ ഞാൻ വിരള് വന്നോ? ഞാൻ വിരളത്തില്ല. അവിടെ മരുമോന്റെ ഭീഷണി പോലും ഞാൻ വിരളത്തില്ല. അവിടെ മരുമോൻ ഏത് കൊടികെട്ടിയ കൊമ്പനെ പിടിച്ച് അവളുടെ മരുമോന്റെ കയ്യിൽ ഇരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാലും എന്റെ നാക്ക് താഴുന്ന കാലം വരെ എന്റെ മോൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ലാസ്റ്റ് അവനെ അവഗണിച്ചത് വരെ ഞാൻ ഈ ലോകത്തോട് പറഞ്ഞോണ്ടേയിരിക്കും. എന്നെ ആരും പ്രാന്തിന്ന് മുദ്ര കുത്തത്തില്ല. കാരണം ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം എന്റെ മോൻ അവളെ പറഞ്ഞ് ജീവിച്ചതാണ്. ഞങ്ങളുടെ വടംവലി ടീമിലെ ഒരു മികച്ച പ്ലെയർ കൂടിയായിരുന്നു അനൂപ്. 5 വർഷം ടീമിന് തുടർച്ചയായി ജില്ലാ കേരളോത്സവത്തിൽ കപ്പ് നേടുന്ന ടീമിലൊരു അംഗം കൂടിയായിരുന്നു അനൂപ്. അതിനുപരി അവൻ ഈ വീട്ടിലിരിക്കത്തില്ല. എപ്പോഴും നോക്കിയാൽ ഞങ്ങളുടെ കൂടെ നടക്കാനാണ് അവന് ഇഷ്ടം. അതിനുശേഷം അവൻ അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളെന്ന് പറയുന്നത് അവൻ സ്നേഹിച്ച പെൺകുട്ടിയാണ്. അവന് അതിലും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇഷ്ടം 14 വർഷത്തോളമാണ് അവൻ സ്നേഹിച്ചത്. 14 വർഷം സ്നേഹിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്തിനെ ഞങ്ങൾക്ക് നഷ്ടമായത്, ഒരു പെൺകുട്ടിയുടെ തേപ്പ് കാരണം. അതിനായ മുഖ്യമായ കാരണം എന്ന് അവന് ചൂണ്ടിക്കാണിക്കുന്നത്, ദുബായിൽ അവൻ ഇവിടുന്ന് വന്ന ശേഷം ഡിസംബർ 15
ദുബായിക്ക് പോയിരുന്നു. 26-ാം തീയതിയാണ് അനു തിരിച്ചു വരുന്നത്. ദുബായിൽ ചെന്നപ്പോഴാണ് അവൻ അറിയുന്നത് രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവിടെ വേറൊരു ബന്ധമുണ്ടെന്നും, ഒരു ലിവിങ് ടുഗദറായ ഒരു ബന്ധം എൻ്റെ പ്രിയ കൂട്ടുകാരനത് സഹിക്കാൻ വയ്യാതെയാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത്, തിരിച്ചു വരുന്നത്. ഞങ്ങളെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരണം എന്ന് പറഞ്ഞു കൊണ്ട് അനുവ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത്. ആ കോൾ റെക്കോർഡൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ വെച്ച് കിടന്ന് ചത്തേക്കല്ല് തിരിച്ചു പൊക്കോണോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചും അതുപോലെ അനൂപിൻ്റെ ചേച്ചിയെ വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളെ ചാവാൻ പോകാമെന്നൊക്കെയാണ്, അപ്പം നോക്കിക്കോണം എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അനുവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ, അവൻ ഈ നാടിനും അതുപോലെ ഒരുപാട് കാര്യം പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു അനൂപ്. അനൂപിൻ്റെ ഈ വീട് കണ്ടല്ലോ എല്ലാവരും. അനൂപിൻ്റെ അമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയും ആ അമ്മയുടെ അത്രയും ദുഃഖമുണ്ട്. ഈ വീടിൻ്റെ ഒരു അത്താണി കൂടിയാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഈ അനൂപിൻ്റെ ഈ വീടിന് വേണ്ടി ഞങ്ങൾ ചെയ്യും. അവരുടെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഈ ടീമിലെ എല്ലാവരും അവന് വേണ്ടി ഒരുമിച്ച് ഇവിടെ ഇപ്പോഴും ഇതിന് ചെയ്യാൻ, അവന് നീതി ലഭിക്കാൻ വേണ്ടി പോരാടുന്നത് തന്നെയാണ്. ഇന്നൊരു പെൺകുട്ടിയായിരുന്നു മരിച്ചിരുന്നെങ്കിൽ അതിനെതിരെ പോലീസ് കേസെടുത്തേനെ ഉറപ്പായിട്ടും. നേരത്തെ ഒന്നും ചോദിക്കുക, ഒരു തെളിവ് പോലും ഇല്ലാതെ കേസെടുത്തേനെ. പക്ഷേ ഇവിടെ ഒരു ആൺകുട്ടി മരിച്ചിട്ട് അതിനെതിരെ കേസെടുക്കാനോ ഇന്നുവരെ അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒന്നും നമ്മളെ സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനൂപിൻ്റെ അമ്മ ലതയമ്മ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ മോളുടെ ചിത്രം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇങ്ങോട്ട് ഫോൺ വിളിക്കുകയുണ്ടായി. പക്ഷേ ഒരു മരണക്കാരണം, ഒരു പയ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ അങ്ങനെ ഒരാൾ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അനൂപിന് നീതി ലഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അനൂപിൻ്റെ വേറെ കാര്യങ്ങൾ പറയാൻ, അനൂപ് വെള്ളപ്പൊക്ക സമയത്ത് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ 2 നിലയോളം വെള്ളപ്പൊക്കത്തിൻ്റെ അടുത്ത് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നീന്തിപ്പോയി എടുത്തുകൊണ്ട് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് അവരെ അക്കരയ്ക്ക് എത്തിച്ച് അവന് വീട്ടിൽ കൊണ്ട് പാർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് അവൻ വളരെ സിൻസിയറാണ്. കാരണം 100% ആണ് എന്ത് കാര്യത്തിലും. അതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്യേണ്ടി വന്നത്. കാരണം അവന് ചെറിയൊരു നോവുണ്ടായാൽ പോലും അതിൽ അവന് സഹിക്കാൻ പറ്റാതെ എൻ്റെ കുഞ്ഞനുജൻ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് ഞങ്ങൾക്ക് തീരാ ദുഃഖമുണ്ട്. കാരണം അവന് അതിന് മുമ്പേ ഞങ്ങളെ ഒന്ന് വിളിച്ചിരുന്നു, എടാ ഞാൻ വീട്ടിൽ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരുന്ന താമസമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഈ ദാരുണമായ കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ വീണ്ടും തിരിച്ചു വരുമെന്നും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയാം. അനൂപ് പഠനം നിർത്തിയതായിട്ട് 10ാം ക്ലാസ് +1 പോയിട്ട് അവൻ നിർത്തി. അന്ന് മുതൽ ഒരു മൊബൈൽ കട കയറി. അവൻ ചെയ്യാത്ത ജോലി ഒന്നുമില്ല. അവൻ എല്ലാ ജോലിക്കും അന്ന് മുതൽ പോവായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ മോനോട് ചോദിച്ചു, മോനെ ഇവള് ഇങ്ങനെ പഠിച്ച് പോയി വലിയ പഠിത്തക്കാരിയായ നിന്നെ ഇവള് കിട്ടുവോ? അതമ്മ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് പറയുക, അനൂപ് എന്തിനാ പഠിക്കുന്നത്, ഞാൻ പഠിക്കാം. ഇവള് ഗൾഫിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ നീ താലിയെങ്കിലും കെട്ടിയിട്ട് അവളെ വിട്, ഒരു രജിസ്റ്റർ മാരേജ് എങ്കിലും നീ കെട്ടിയേച്ച് അവളെ വിട്. അപ്പോഴും അവൻ പറഞ്ഞു, ഇല്ലമ്മ അവൾ എന്നെ കൊണ്ടുപോകും. ഞാൻ അവളോട് ചോദിച്ചു പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ ജോലി കിട്ടിയ ആ നിമിഷം ഞാൻ എൻ്റെ അനുവിനെ കൊണ്ടുപോകുന്നു. അവക്കിന്ന് ജോലി കിട്ടി 7 മാസം 8 മാസമായി. അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നപ്പോ ഇവൻ ചോദിച്ചു, നീ ജോലി കിട്ടി എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നീ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ, എന്താന്ന് ചോദിച്ചു. അത് ഇവളെന്നോട് പറഞ്ഞു, ഞാൻ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞ ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, നിനക്ക് എന്താ ഇത്ര മാറ്റം, നിനക്ക് എന്നാ ഈ മാറ്റം വന്നേന്ന് ചോദിച്ചു. മഴ മാനത്ത് വരുമ്പോഴേ ഇവനെ വിളിക്കാൻ തുടങ്ങും. ആ താഴത്തെ നിലയിലെ അത്ര സാധനം 2ാമത്തെ നിലയെ കയറ്റാൻ. ഒരു പ്രാവശ്യം പ്രളയത്തില് 4 ആള് പൊക്കത്തി വെള്ളം, ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തോട്, ആ വീടിന്റെ സൈഡിൽ കൂടെ ആറേതാ തോടേതാ വീടേതാ സ്ഥലം ഏതാന്നറിയാത്ത ആ 4 ആള് പൊക്കം വെള്ളത്തിനകത്ത് ഇവൻ ആ വെള്ളത്തിൽ ഇവര് പറഞ്ഞു വിട്ടു. അവിടെ സർട്ടിഫിക്കറ്റും അവിടെ വീടിന്റെ പ്രമാണവും അവിടെ സ്വർണങ്ങളും അലമാരിയുടെ മോളില് അവിടെ തന്ത കവറിൽ കെട്ടി എന്നെ മേളി വെച്ച് അയാൾ അത് എടുക്കാൻ മറന്നുപോയെന്ന്. ഇവനെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു ചെറുക്കനും വേറൊരു ചെറുക്കനെയും വിളിച്ചോണ്ടാ പോയത്. അവിടെ പോയി എടുത്ത് ആ പ്ലാസ്റ്റിക് കവറിൽ ഇവൻ ഒന്നുകൂടെ പൊതിഞ്ഞ് എടുത്ത് 2ാമത്തെ നിലയിലെ പകുതിക്ക് വന്ന് വെള്ളം നിൽക്കുക. ആ താഴത്തെ നില മുങ്ങി 2ാമത്തെ നിലയും പകുതിക്ക് നിൽക്കുക. അവൻ കേറുന്നത് 2ാമത്തെ നിലയിലെ പകുതിക്ക. ഇവനൊരു മണി കെട്ടിക്കൊടുത്താ ഇവര് വിട്ടത്. ഇവന്റെ ദേഹത്തൊരു മണി കെട്ടിക്കൊടുത്താണ് ഈ പിള്ളേർ ഇവനെ ഈ വെള്ളത്തിൽ വിട്ടത് ഇതെടുക്കാൻ.
അപ്പൊ ആ മണി അവൻ പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ സാധനം എടുത്ത മണി കിലുക്കൂന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവരറിയുന്നത് അവൻ ജീവനോടുണ്ടെന്നും അവൻ ആ വീട്ടിനകത്ത് കേറിയിട്ടുണ്ടെന്നും. ആ സാധനം എടുത്ത് അവൻ എത്താറായപ്പോഴത്തേക്ക് അവന് പിന്നെ നീന്താനൊന്നും വയ്യാതായി ഇങ്ങനെ സ്തംഭിച്ചു നിന്നു. അപ്പോഴത്തേക്ക് ഈ പിള്ളേര് പോയി ആ ലക്ഷം വീടാ ഏതോ ഒരു വീട്ടിൽ പോയി ഒരു തൊട്ടിയും കയറിന്റെ കയറെടുത്തോണ്ട് വന്ന് ഇട്ടുകൊടുത്ത ഇവനെ അതേ പിടിച്ചാ ഇവനെ വലിച്ചെടുത്തത്. അന്നിവൻ പോകുമ്പോഴേ എന്നെ ആ വലഞ്ചൂഴിയിൽ എന്നെ അറിയാവുന്നവരെല്ലാം വിളിച്ചു, എന്റെ ലതേ നിന്റെ മോൻ ചാവാൻ പോവാന്നോ, 4 ആളോ 7 ആളോ പൊക്കത്തിൽ വെള്ളം കയറി കിടക്കുക, പ്രളയം വന്ന സമയത്ത് കിടക്കുക, നിന്റെ മോൻ പോന്നു അവിടെ നിന്ന്. അപ്പൊ ഞാൻ ഇവളെ വിളിച്ചപ്പോ ഇവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പോയി അവൻ ഇവക്ക് ആ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിലാണ് ഇവള് പർദൂസ തേടി ദുബായിൽ പോയത്. എന്റെ മോനെ മതിമറന്നു പോയത്. പൊയ്ക്കോട്ടെ, ജീവിച്ചോട്ടെ, ഈ ദൈവത്തിന്റെ മുന്നിൽ ഇവൾ എത്ര നാള് ജീവിക്കും? ഇതെല്ലാം ഇവക്കൊരു പാഠമാ, ഇവൾ അനുഭവിക്കുന്നതാ ഇത് ഓരോന്നും. ഈ മീഡിയ വഴി ഈ ലോകം അറിയുന്നതെല്ലാം എന്നെ മോനെ ചതിച്ചതിനുള്ള ശിക്ഷയാ ഇവക്ക്. ഇവക്കൊന്ന് ചലിക്കാൻ പറ്റുമോ? എന്റെ പേർക്ക് ഈ സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് കൊടുത്തല്ലോ. ഇവളോട് കൊടുക്കാൻ പറ, എത്രത്തോളം ഇവര് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ. കൊടുക്കട്ടെ. ഇനി ഞങ്ങൾ ചാവണമെങ്കിൽ ചത്ത് കാണിക്കാം. ഇനി ഞങ്ങളും കൂടെ ഒഴിഞ്ഞു പോയാലേ അവർക്ക് ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തോന്നല് അവിടെ മോക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. ഓരോ വാക്കുകൾ പറഞ്ഞ് എന്റെ മോടെ ഫോണിലുണ്ട്. നിന്റെ ആങ്ങളെ എന്നെ വെല്ലുവിളിക്കുക, പേടിപ്പിക്കുക, അവനൊന്ന് ചത്ത് കാണിക്കട്ടെ, ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്ന് വെല്ലുവിളിച്ചവളവള്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ അനൂപിന് നീതി ലഭിക്കണം. അതിന് ഞങ്ങൾ ഏതറ്റം വരെ പോകും, എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഏതൊക്കെ രീതിയിൽ നിയമവശമായ രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയി ആ കുട്ടിക്ക് വാങ്ങേണ്ട ശിക്ഷ ഞങ്ങൾ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അനൂപ് അതുപോലെ തന്നെ കേരളോത്സവത്തിൽ പങ്കെടുത്ത കാരണം ജില്ലാ പ്ലെയറും അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലെയറും കൂടെ ആയിരുന്നു. സംസ്ഥാന തലങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ നാടിന് വലിയ നേട്ടങ്ങൾ നേടിത്തരാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയും കൂടിയായിരുന്നു ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ കുട്ടികൾ പ്രണയബന്ധം ഒരു ഫാഷനായിട്ടാണ് കാണുന്നത്. ഒരാളോട് തന്നെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളോട് തന്നെ വീണ്ടും വേറെ ചാറ്റിൽ ഒളിച്ചു വെച്ചുള്ള ചാറ്റുകളും രീതികളുമാണ്. അനൂപിൻ്റെ കാര്യത്തിൽ തന്നെ 14 വർഷം അനൂപ് സ്നേഹിച്ച പെണ്ണ് 14 വർഷം സ്നേഹിച്ച ഒരാൾ എന്തായാലും സിൻസിയറായിട്ട് 14 വർഷം സ്നേഹിച്ച ഒരാളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. പക്ഷേ പൈസയും അതുപോലെ തന്നെ ദുബായിലെ ജോലിയുമായപ്പോൾ അവിടെ ചെന്ന് ലീവിങ് ടുഗദറായി മറ്റൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ബന്ധം അനൂപ് അറിയുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അനൂപിന് സഹിക്കാൻ പറ്റാതെ ഈ വിഷയത്തിലേക്ക് കടന്നത്. ഇപ്പോൾ നിലവിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി കേരളത്തിലെ മുഴുവൻ പ്രണയാർത്ഥികൾ നടത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ടൈം പാസ് രീതിയിലാണ് ഇന്നത്തെ കാര്യം. ഓക്കെ, അവർ രണ്ടുപേരും സ്നേഹത്തിലാണ്, പക്ഷേ എപ്പോഴെങ്കിലും വീട്ടുകാരോ എന്തെങ്കിലും ഒരു അഫെയറോ ബന്ധങ്ങളോ വന്നാൽ അപ്പോഴത് പിരിഞ്ഞു പോകുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ പെൺകുട്ടികൾ മരിക്കുമ്പോൾ അവിടെ വലിയൊരു വിഷയം സമൂഹത്തിനിടയിൽ ഉണ്ടാകും. പക്ഷേ ആൺകുട്ടികൾ മരിക്കുമ്പോൾ ആ വാർത്തകൾ പുറത്തറിയാതിരിക്കുകയും ഈ രണ്ട് വാർത്തയും രണ്ടുപേർക്കും ജീവൻ്റെ വില തുല്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും നീതി ലഭിക്കണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അനൂപിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിൽ ഒരു കാരണവശാലും ഒരു ആൺകുട്ടിയും പ്രണയബന്ധത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാനോ ജീവിതം അവസാനിപ്പിക്കാനോ പറ്റില്ല. അവർക്ക് വീണ്ടും നല്ലൊരു ജീവിതമുണ്ട്. കാരണം അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാരൊക്കെ സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ജീവിച്ച് കാണിക്കാനും സമൂഹത്തിൽ വലിയ ഒരാളായി മാറാനും ഒക്കെ അവസരങ്ങളുണ്ട്. അതവർക്ക് അറിയാനുള്ള ഒരു പ്രാപ്തി ഈ ഒരു മരണത്തോടുകൂടി ഇനി കേരളത്തിൽ ഒരിക്കലും ഒരു ആത്മഹത്യ, അതായത് പ്രണയബന്ധത്തിൻ്റെ പേരിൽ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നാണ് അനൂപിൻ്റെ കൂട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.